ചായ. മകൻ നസ്രാണി പെണ്ണിന്റെ കയ്യും പിടിച്ചോണ്ട് വരുമ്പോ എങ്ങനെ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റണമെന്ന് മനസ്സിലാലോചിക്കാണോ? ഈ ചൂടുള്ള ചായ മുഖത്ത് വീണാലുള്ള അവസ്ഥ ഒരിക്കൽ നീ അറിഞ്ഞിട്ടുള്ളതാ. അത് വീണ്ടും നീ എന്നെ കൊണ്ട് ചെയ്യിക്കൂ. എടുത്തുചാട്ടക്കാരനാണ് ശിവൻ. അവനെ അങ്ങനെയാ വളർത്തി വെച്ചിരിക്കുന്നത്. വളർന്നു വരുന്തോറും എന്റെ കണ്ണീര് അവനെ ഓർത്ത് കൂടിയിട്ടേ ഉള്ളൂ. അവനെ ഓർത്ത് മാത്രമല്ല, അവന്റെ അച്ഛനെ ഓർത്തും. പിന്നെ കെട്ടാൻ പോകുന്നതോ കൂട്ടത്തിൽ കൂടി നിന്ന് ചതിച്ചവന്റെ മകളെയും. നിർമ്മല, നീ എന്നെ കൊണ്ട് ഈ ചായ ഒന്ന് കുടിപ്പിക്കൂ. നിങ്ങൾക്ക് ഒരു കൂസലും ഇല്ലല്ലോ. ഇത് അറിഞ്ഞതിന് ശേഷം എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് അവനോടൊന്നും പറയുക പോലും ചെയ്തിട്ടില്ലല്ലോ. എടി, വിളിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. വിളിച്ചോണ്ട് വരട്ടെ, അപ്പൊ നോക്കാം. ഇത്രയൊക്കെ ആയതല്ലേ അച്ഛാ? ഡേസി എനിക്കറിയാം, നല്ല കുട്ടിയാ. ചേട്ടന് ഇഷ്ടമാണെങ്കിൽ. ഓ, അത് ശരി. ആങ്ങളയ്ക്ക് വക്കാലത്തുമായിട്ട് എത്തിയതാണല്ലേ? ആങ്ങളെ മാത്രം ഇറക്കി വിട്ടാ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അത് ശരി. അപ്പൊ പുറത്തേക്ക് പോകേണ്ടവരുടെ ആളെണ്ണം കൂടുകയാണല്ലോ. അത് പിന്നെ അച്ഛാ. നിർത്തടി, പൊക്കോണം എന്റെ മുമ്പിൽ. മക്കളും വേണ്ട, ഭാര്യയും വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം ഈ മഹേന്ദ്രന്. കേട്ടല്ലോ, ഞാൻ പറഞ്ഞാ കേൾക്കുന്ന ആൾക്കാർ മാത്രം മതി ഈ വീട്ടില്. ചെറിയൊരു വിഷയം നടന്നിട്ടുണ്ട്. അതും പോലീസ് സ്റ്റേഷനില്. എന്താ പ്രശ്നം? കളക്ടറെ വെടിവെച്ച കേസിലെ പ്രതി ചെമ്പല്ലി രാജു വെടിയേറ്റ് മരിച്ചെന്നാ കേട്ടത്. കോടതിയിലേക്ക് കൊണ്ടുപോകാനായി ഇറക്കിയപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അടി എന്താണെന്ന് വെച്ചാ, എല്ലാം ചെയ്യിച്ചത് ശിവൻകുഞ്ഞാണെന്ന രീതിയിൽ മൊഴി നൽകിയിട്ടാണ് ആള് പോയിരിക്കുന്നത്. എന്തായാലും ശിവൻകുഞ്ഞിനെതിരെ ഒരു അന്വേഷണം ഉണ്ടാവും. എന്തിന്? വല്ല കാട്ടുകള്ളന്മാരും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഞാനതിന് പിന്നാലെ പോണോ? അവൻ മൊഴി നൽകിയിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നീ മാറി നിൽക്കണം ശിവ. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നിന്നെ ഇതിൽ പെടുത്തും. നീയൊക്കെ അവരെ തീർക്കുന്ന ആരെങ്കിലും കണ്ടോടാ? ഏയ്, ആരും കണ്ടു കാണാൻ വഴിയില്ല. പിന്നെ ഞാൻ തന്ന നമ്പറല്ലേടാ ബൈക്കിന് പിന്നിൽ ഒട്ടിച്ചു വെച്ചത്? ആ, അത് തന്നെ. അപ്പൊ പിന്നെ ബൈക്കിന്റെ നമ്പരും പൊക്കി പിടിച്ചോണ്ട് ആരും ഇങ്ങോട്ട് വരില്ല. ഇനി നീയൊക്കെ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ അങ്ങ് നിക്കണ്ട. മേട്ടുപാളയത്തേക്ക് വിട്ടോ. അവിടെ നമ്മുടെ ഒരു തോട്ടമുണ്ട്. അവിടെ ചെന്ന് കുറച്ചു ദിവസത്തേക്ക് കപ്പയോ കാച്ചിലോ എന്താന്ന് വെച്ചാ നാട്. ഡേയ്, പണവും വാങ്ങി ഇവിടെ എങ്ങാനും കറങ്ങി നടന്ന് ആ സിയുടെ കയ്യിലെങ്ങാനും പെട്ടാൽ കൊലക്കുറ്റം. അതുകൊണ്ടാ പറയുന്നത്. ഇല്ല, ഞങ്ങൾ പോയിക്കോളാം. എന്നാ പൊക്കോ. നീയൊക്കെ ആ യോഗാപ്പറമ്പിലെ ഗ്യാങ്ങിൽപ്പെട്ടവരല്ലടാ, ആ കാക്കരാജേഷിന്റെ. എടോ, കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോ നല്ല നട്ടലുള്ളവരെ ഏൽപ്പിക്കണം. എന്നെ കണ്ട ഉടനെ ഇവന്മാരുടെ മുട്ടിടിക്കാൻ തുടങ്ങി. ഇനി ഞാനെന്ന് ഇറങ്ങി ഇവന്മാരുമായിട്ട് മുട്ടിയ തന്റെ ചരിത്രം അടക്കം ഇവന്മാരുടെ ജന്മ സാഹചര്യം വരെ ഇവന്മാരിവിടെ വിളിച്ചു പറയും. ഇതൊക്കെ പറയാൻ നീ ആരാടാ? നിന്നെ എന്തിനാടാ എന്റെ കുടുംബത്തിലേക്ക് കെട്ടിയെടുത്തിരിക്കുന്നത്? അത് താൻ തന്റെ മകളോട് ചോദിച്ചാ മതി. അവക്കറിയാം ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. ഡെയ്സി, 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 ഈ ശിവനെ വിളിക്കുന്ന. ഇറങ്ങി വാ, ഇറങ്ങി വരാൻ. ഡെയ്സി, എന്താട്ടം കാണാനാടാ വായി നോക്കി നിൽക്കുന്നത്? അടിച്ചോടിക്കണവനെ. മുറ്റത്ത് നിന്ന് ആരെങ്കിലും ഓടിച്ചാ മതിയെങ്കിൽ 2 എണ്ണം കൊടുത്ത് ഇവന്മാരെ ഞാൻ ഇപ്പൊ തന്നെ ഓടിച്ചേക്കാം.
എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് കൽപ്പിക്കുന്നോളാ. എടാ എന്നെ തള്ളിയിട്ടിട്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് അവൻ പോകാൻ പോയതാടാ. എടാ അവനെ അങ്ങ് കൊന്നേക്കടാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ അയ്യോ വേണ്ട ശിവ, നീ ഇപ്പൊ പോ. അയ്യോ മോനെ ശിവ, അരുത്, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. മോനെ. അയ്യോ അമ്മച്ചി, അമ്മച്ചി, അയ്യോ അമ്മച്ചി, അയ്യോ എന്താ പറ്റി? അയ്യോ അമ്മച്ചി, 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 അമ്മച്ചി എണീക്ക്. അമ്മച്ചി, അമ്മച്ചി. അപ്പ അമ്മ കൊണ്ടുപോയി അകത്ത് കിടത്തടാ. കർത്താവ് തമ്പുരാൻ വിളിച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങ് പള്ളിയിലേക്ക് എടുക്കാം. അമ്മച്ചി, ഇല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം തളിച്ചാ മതി, എഴുന്നേറ്റ് പോന്നോളും. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. ഡെയ്സി, നീ വരുന്നുണ്ടോ ഇല്ലയോ? അമ്മച്ചി ഈ നിലയിൽ കണ്ടിട്ട് എങ്ങനെയാ ഞാൻ നിന്റെ കൂടെ വരുന്നേ?